അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിപ്പോൾ പോണത് അരീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റിലേക്കാണ്. ഈ അരീന മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1860 ബ്രിട്ടീഷ് കോളനി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത്. ബിൽഡിംഗ് അല്ല, ഒരു വമ്പൻ ഏരിയയാണ്. ആ ഏരിയയിൽ ഏകദേശം 20-22 ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇത് ശരിക്കും അവരുണ്ടാക്കിയിട്ടുള്ളത് തന്നെ അവിടുത്തെ അന്നത്തെ സ്ലേവ്സും പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടി, വില കുറവിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അന്നത്തെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീടെന്ന് പറഞ്ഞ ഇല്ലുപ്പേജുവാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ അകലെയാണ് ഈ അരീന മാർക്കറ്റ് ഉള്ളത്. പക്ഷേ നമുക്ക് ക്രോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഷോഡി ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ എടുക്കണം. ഏറ്റവും കൂടുതൽ കൺജക്ഷനുള്ള ഒരു സ്ഥലമാണ് ഒഷോഡി ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അരീന മാർക്കറ്റിലെത്തി. ഈ അരീന മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു രൂപം അന്നത്തെ രൂപം ഏകദേശം സെയിമാണ്. പക്ഷേ ബിൽഡിങ്ങിന് അതിൻ്റെതായിട്ടുള്ള കാലപ്പഴക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടിട്ടാണ്. അപ്പോൾ ഇതൊരു റെയിൽവേ ക്രോസ് കടന്നിട്ട് വേണം പോകാൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ റെയിൽവേ ഗേറ്റും കാര്യങ്ങളൊന്നുമില്ല. സൂക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തന്നെ കിടക്കണം. ഇവിടെ ചെറിയൊരു ഗേറ്റ് പാസ് ഉണ്ട്. അതെടുത്തതിന് ശേഷം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഡ്രൈവർ ഉള്ളതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്തോളും. നമ്മൾ നേരെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, എല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പറ്റില്ല, ചെറിയൊരു വീഡിയോ ആയതുകൊണ്ടേ. അപ്പോൾ ഇവിടെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ ഏകദേശം ഫിക്സായി. ഇനി അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ബെഡ്ഷീറ്റ് എടുക്കണം. അത് വേറൊരു സെക്ഷനിലാണ്. ഒരു ആവേശത്തിൽ ഞാൻ അവളോട് പറഞ്ഞു, വേണമെങ്കിൽ നീയും ഒരു ഡ്രസ്സ് എടുത്തു വന്നു. അത് അവൾക്ക് നല്ല ആവേശമായി. അതോടുകൂടി അവളും ഒരു ഡ്രസ്സ് എടുത്തു. സന്തോഷം, അവളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ഒരു എപ്പിസോഡ് കൂടി കഴിയുന്നതല്ല അരീന മാർക്കറ്റ്. ഇതിൻ്റെ വേറൊരു എപ്പിസോഡുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കാരണം വെച്ചാൽ നമ്മുടെ എല്ലാ പരിപാടികളും ഇവിടെ കഴിഞ്ഞു. ഇനി നേരത്തെ വീട്ടിൽ ചെന്നില്ലെന്നുണ്ടെങ്കിൽ ഈ റോട്ടിൽ നല്ല കോസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒഷോഡിയിലത്തെ കോസ്റ്റിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈജീരിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കോസ്റ്റിലാണ് ഒഷോഡി കോസ്റ്റിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഒഷോഡി ബ്രിഡ്ജ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ച് ടാസ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പോകുന്ന വഴി നിങ്ങൾക്ക് തന്നെ കറക്റ്റ് കാണാൻ പറ്റും എന്തൊക്കെയാണുള്ളത്. കാരണം ഒരുവിധം എല്ലാവരും തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോകുന്ന സമയമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒഷോഡി ബ്രിഡ്ജ് മാത്രമല്ല, ഇതൊരു ബസ് സ്റ്റോപ്പ് കൂടിയാണ്. കാരണം ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു വീഡിയോ വേറെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വലിയ തലവേദന കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റി. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2-3 മണിക്കൂറോടെ നിൽക്കേണ്ട വന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങൾ നാട്ടിലാണെങ്കിലും കൂടി ഞങ്ങളുടെ സ്വന്തം ഒരു മാർക്കറ്റ്, അരീന മാർക്കറ്റ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും ഷെയറായും ലൈക്കായും ഞങ്ങൾക്ക് തരണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ നേർന്നുകൊള്ളുന്നു.